ഇന്റർനാഷണൽ സൈറ്റാനിസം എന്നറിയപ്പെടുന്ന സംഘടനയെയാണ് റഷ്യൻ ഭരണകൂടം തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതുവഴി ഈ സാമൂഹ്യവിരുദ്ധ സംഘടനയുടെ വസ്തുവകകളും അംഗങ്ങളുടെ സ്വത്തുക്കളും ഭരണകൂടം പിടിച്ചെടുക്കുകയായിരുന്നു. ആധികാരികമായി നിലവിലില്ല എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട മറ്റ് അന്തർദേശീയ സംഘടനകളായ സ്വർഗ അനുരാഗികൾ ഉൾപ്പെടുന്ന LGBTQ-വിനെയും ആന്റി റഷ്യൻ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിനെയും റഷ്യ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2025 ജൂലൈ മാസത്തിലാണ് റഷ്യൻ സുപ്രീം കോർട്ട് ഇന്റർനാഷണൽ സാത്താനിക് സംഘടനയ്ക്ക് പരിപൂർണമായി വിലക്ക് കൽപ്പിച്ചത്. റഷ്യയിലെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ദേവാലയങ്ങൾ അശുദ്ധമാക്കുകയും ജനങ്ങളിൽ വിദ്വേഷം പരത്തുകയും റാഡിക്കൽ നാഷണലിസ്റ്റ് മൂവ്മെന്റുകളോട് സഹകരിക്കുകയും ആധുനിക നാസി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതായി കൃത്യമായി അറിവ് ലഭിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ നിരോധനം റഷ്യൻ സുപ്രീം കോടതി കൊണ്ടുവന്നത്. യുവജനങ്ങളെ സ്വാധീനിച്ച് വഴിതെറ്റിക്കുകയും മ്ലേച്ഛമായ ദുരാചാരങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സാത്താനിസ്റ്റുകളെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി നിരോധിച്ചതിനെ തുടർന്ന് റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസായ കിറിൽ ഓഫ് മോസ്കോ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. സുപ്രീം കോടതിയുടെ പ്രസ്തുത തീരുമാനം വഴി സാത്താനിസ്റ്റ് കൾട്ടുകളിൽ ഉൾപ്പെടുന്ന ആര് തന്നെയായാലും അറിവ് ലഭിച്ചാലുടൻ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാനും റഷ്യൻ ഭരണകൂടം ഉത്തരവിറക്കിയിരുന്നു. മാത്രമല്ല, സാത്താനിക് കൾട്ടുകളിലെ ചിഹ്നങ്ങളും മുദ്രകളും ഉപയോഗിക്കുന്നതും കോടതി വിലക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യൻ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള അവകാശ ലംഘനമാണെന്ന് വാദിച്ച് മനുഷ്യാവകാശ സമിതിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.